ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാല് ക്യാപ് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് കളർ ഗ്രേഡിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ക്യാപ് കട്ടിന്റെ ഈ ഒരു പ്രോ വെർഷൻ ലേറ്റസ്റ്റ് വെർഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ക്യാപ് കട്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഞാൻ എൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കളർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനപ്പോൾ ആദ്യം തന്നെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് VPN കണക്ട് ചെയ്തിടണം. അപ്പോൾ ഈ ഒരു കട്ട്സിലാണ് ഞാൻ ഒരു കളർ ഗ്രേഡിങ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു അടിയിൽ കാണുന്ന ആ ഒരു അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് കാണുന്നതാണ് ബ്രൈറ്റ്നസ്. ആ ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ ബ്രൈറ്റ്നസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ചും കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കുറവാണ്, അപ്പോൾ ജസ്റ്റ് ഒരു ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ളതും ഡാർക്ക് ആയിട്ടുള്ളതും ആ ഒരു സ്പോട്ടിലൊക്കെ ചെറിയൊരു രീതിയിൽ ഡിഫറൻസ് വരുത്തന്നെയാണ് ഈ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കൂട്ടി കൊടുത്തതിന് ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ ഇത്തിരി ഡാർക്ക് ആയിട്ട് വരും. അപ്പോൾ അതിനാണ് ആ ഒരു കോൺട്രാസ്റ്റ് യൂസ് ചെയ്യണേ. അടുത്തതായി നമ്മൾ യൂസ് ചെയ്യണേ സാറ്റുറേഷൻ ആണ്. സാറ്റുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഉള്ള കളറ് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സാറ്റുറേഷൻ. നെക്സ്റ്റ് ബ്രില്യൻസും അതുപോലെ തന്നെയാണ്. ആ ഒരു ലൈറ്റിങ് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ആക്കി എടുക്കും, അതാണ് ബ്രില്യൻസ്. അത് കുറയ്ക്കുകയാണെങ്കിലും ലൈറ്റിങ് ജസ്റ്റ് ഒന്ന് ചെറുതായി കുറയും. അടുത്തായി നമുക്ക് ഷാർപ്പനാണ്. ഷാർപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോയിലുള്ള പിക്സലൊക്കെ ജസ്റ്റ് ഒന്ന് ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ലോ ക്വാളിറ്റിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ ആഡ് ചെയ്ത് ഷാർപ്പൻ കൂട്ടി കൊടുത്താൽ അത്യാവശ്യം ആ ഒരു ലോ ക്വാളിറ്റിയിൽ നിന്ന് ഒരു ചെറിയൊരു ഹൈ ക്വാളിറ്റിയിലാവണ ഒരു ഫീൽ നമുക്ക് കിട്ടും. സോ അത് നമുക്കൊരു ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി, ഒരു 20 ഒക്കെ ആക്കി കൊടുത്താൽ മതി. നെക്സ്റ്റ് ആയിട്ട് തന്നെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ടൂളും നമുക്ക് നമ്മുടെ ഒരു വീഡിയോക്ക് ചെറുതായി ഒന്ന് ക്ലാരിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. നെക്സ്റ്റ് HSL എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസിലെ കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളർ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം, ഇപ്പോൾ യെല്ലോ ആക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കട്ട്സിൽ ഞാൻ കൊണ്ടുവരുന്നത് ഒരു യെല്ലോ ഗോൾഡ് ടൈപ്പിലുള്ള ഒരു കളറാണ്. ഇപ്പോൾ ഡ്രീമി ഗ്ലോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗ്ലോയിങ് ആണ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനായി നമുക്ക് യെല്ലോ ആണ് ആക്കേണ്ടത്. ഞാൻ ജസ്റ്റ് യെല്ലോ ആക്കുന്നുണ്ട്. ആ ഒരു ഗ്രീനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് യെല്ലോയുടെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയാൽ മതി. അത് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു വീഡിയോയുടെ ക്ലിപ്പ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടൂള് വരുന്നത് ഗ്രാഫാണ്. ഗ്രാഫിൽ നമുക്കൊരു 3 പോയിൻ്റ് ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ആണ്, സെക്കൻഡ് മിഡ് ടൂൺ, തേർഡ് നമുക്ക് ഷാഡോ ആയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോസിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളെയാണ് ഹൈലൈറ്റ് എന്ന് പറയാം. സോ അത് നമുക്ക് മേലോട്ടാക്കി കഴിഞ്ഞാൽ കൂടും, അടിയേക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് കുറയും. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അത്യാവശ്യം ഇൻക്രീസ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഇൻക്രീസ് ആവും. ഇവിടെ നിങ്ങൾക്കിപ്പോൾ റെഡൊക്കെ ഇൻക്രീസ് ആക്കണമെങ്കിൽ ഇപ്പോൾ റെഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റെഡൊക്കെ കൂട്ടി കൊടുത്താലും റെഡും ആവും. അത് നിങ്ങളുടെ കട്ട്സിനനുസരിച്ച് റെഡി ആക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും ഹൈലൈറ്റും ഷാഡോ ഒക്കെ സെറ്റ് ചെയ്യണ ഒരു ടൂളുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് എഫക്ട് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു ലെൻസിൽ ഗ്ലോ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ക്ലിപ്പിന് എത്രത്തോളം ആ ഒരു ഗ്ലോ അല്ല സോഫ്റ്റ്നെസ് വേണം, അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു 20-26 ഒക്കെ ആക്കി കൊടുക്കുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ഒരു ഗ്ലോ എഫക്റ്റിന് വേണ്ടി വീണ്ടും എഫക്ട് സെക്ഷനിൽ പോയിട്ട് സെർച്ചിൽ ഫ്ലാഷ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫ്ലാഷ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് മേലോട്ട് പോയി കഴിഞ്ഞാൽ അടിയിലായിട്ട് കാണാം ഈ ഒരു കളർലെസ് ഫ്ലാഷ് എന്ന് കാണാം. സോ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കളർന്നും കാണാം, റേഞ്ച് എന്ന് കാണാം, അറ്റ്മോസ്ഫിയർ എന്ന് കാണാം. സോ കളർ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറും ഫുള്ളായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഉണ്ടായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയി കിട്ടും. ദെൻ നമുക്ക് എത്രത്തോളം ഗ്ലോ ആണോ വേണ്ടത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ദെൻ കളറിൻ്റെ അവിടെ ഒരു 60 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ആയിട്ട് കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു നിങ്ങളുടെ ക്ലിപ്പിൻ്റെ ആ ഒരു ഇതനുസരിച്ചായിരിക്കും ആ ഒരു കളറ് കാര്യങ്ങളൊക്കെ വരാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഗ്ലോ എഫക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഈ ഒരു ഗ്ലോ എഫക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഗ്ലോ എഫക്റ്റിൽ നിന്ന് ഒരു ലൈറ്റിങ് വരുന്ന രീതിയിൽ ഇങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ടൊരു ഓവർലേ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഓവർലേ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഒരു ലൈറ്റിങ് വേണ്ട അവിടേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡിൽ പോയിട്ട് നമുക്കത് ഫിൽറ്റർ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ കളർ ഗ്രേഡിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. അതിനായി ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീഡിയോസൊക്കെ എക്സ്പോർട്ട് ചെയ്യണത് ഇപ്പോൾ 1080pയിൽ ഇപ്പോൾ 60 FPS ഈ ഹൈ ക്വാളിറ്റി തന്നെയാണ് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എക്സ്പോർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് ഈ ഒരു വിങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് iOSലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. iOSലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും ഉണ്ടാവും. ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ നിന്നായാലും സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. വിങ്ക് എന്ന് പറഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അൾട്രാ HD ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസിനായി ഒരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.